നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1200 ആണ്ട് കർക്കിടക മാസം 11 തീയതി 2025 ജൂലൈ മാസം 27 തീയതി ഞായറാഴ്ച. ഇന്ന് മകൻ നക്ഷത്രമാണ്. ഞായറാഴ്ചയും മകൻ നക്ഷത്രവും നല്ല ദിവസമാണ്. സൂര്യൻ്റെ ദിവസമായ ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രവും ശുഭനക്ഷത്രമാണ്. പിന്നെ ഏറ്റവും നല്ല അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദവുമാണ്. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും ശോഭനമായ ഒരു ദിവസമാണ് ഇന്ന്. അപ്പം നമുക്കിന്ന് എന്ത് ശുഭകാര്യങ്ങൾക്ക് കൊള്ളാം. കുടുംബത്തിനകത്ത് സന്തോഷത്തോടെ ഇരുന്ന് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ കുടുംബസമേതം ശുഭപ്രദമായ കാര്യങ്ങൾക്ക് പോകാനോ ഇപ്പോൾ കുടുംബത്തിനകത്ത് ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന്. അതുപോലെ കർക്കിടക മാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ഇതൊക്കെയാണ്: സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, ജോലിയിൽ പ്രമോഷൻ കിട്ടും, ബിസിനസ്സിൽ നേട്ടം ഉണ്ടാവും, ലാഭം വന്നു ചേരും. പലതരത്തിൽ ലാഭാവസ്ഥയ്ക്കിട വരുന്ന ഒരു വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷത്തെ വിനിയോഗിക്കണം. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ ആ പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് കിട്ടുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം ഇങ്ങനെ എല്ലാ ബർത്ത്ഡേ വർഷങ്ങളും നമുക്ക് അനുകൂലമാവണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന ഒരു വർഷത്തെ മാക്സിമം വിനിയോഗിച്ചുകൊള്ളണം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 5 മണി 12 തൊട്ടാണ് രാവുകാലം തുടങ്ങണേ. കലണ്ടറിൽ 4 എന്ന് ഇട്ടിട്ടുണ്ട്. 5:12 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 4 മണി മുതൽ 6 മണി വരെ ഇട്ടിട്ടുണ്ട്. 5:12 തൊട്ട് 6 മണി 46 വരെ രാവുകാല സമയമുണ്ട്. ഈ രാവുകാല സമയം നമ്മൾ കുടുംബസമേതം പുറത്തു പോകാനോ അതുപോലെ വല്ല ഫംഗ്ഷന് പോകാനോ ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. അതിന് മുമ്പോ ശേഷമോ യാത്ര തിരിക്കുക. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 3:38 തൊട്ട് 5:12 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് ശരിക്കും 12:31 തൊട്ട് 2 മണി 5 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ അഭിജിത്ത് മുഹൂർത്തം 12:07 തൊട്ട് ശരിക്കും 12:55 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ എന്ത് ശുഭകാര്യത്തിനും നമുക്ക് എടുക്കാം. കാരണം ആ സമയം നമുക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ആ സമയം നമുക്ക് ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. ഇല്ലെങ്കിൽ പോലും നമുക്ക് മുഹൂർത്ത രാശിക്ക് ഏറ്റവും ശോഭിക്കുന്ന ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം കൂടി ശ്രദ്ധിച്ചോളുക. ഈ വസ്ത്രത്തിന് ഓരോ ദിവസത്തിനുള്ള പ്രാധാന്യം എന്താണ്? ആ ദിവസത്തിൽ ആ കളറ് അന്തരീക്ഷത്തിലുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് പ്രപഞ്ചത്തിൽ ഒരേ ഒരു കളറേ അറിയാവൂ. വായുവിൽ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളെ കണ്ണിന് അത് കണ്ടുപിടിക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ ഓരോ ജീവികൾക്ക്, ഇപ്പോൾ പക്ഷികൾക്കൊക്കെ കുറേ കളർ, നമുക്ക് 7 കളറുകൾ കാണാൻ പറ്റുള്ളെങ്കിൽ പക്ഷികൾക്കൊക്കെ 10 ഇതിൻ്റെ ഇരട്ടി കളറുകൾ കാണാൻ പറ്റും. നമുക്ക് നായ്ക്കാണെങ്കിൽ 2 കളറേ കാണാൻ പറ്റുള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഈ ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പ്രപഞ്ചത്തിലെ കളറൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ പ്രപഞ്ചത്തിലുള്ള കളർ നമ്മളിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ നമ്മൾ റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ ചുടുകളിൻ്റെ കളറിലോ ഉള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.